അച്ഛാ ഇരിച്ചാ ചായ എടാ അത് വേണ്ടെന്ന്. അച്ഛാ ചുമ്മാ ഇരി അച്ഛാ. കള്ളു കുടിച്ച അയാൾ വിഷയമാണെന്ന് പറഞ്ഞു കേട്ടോ. കെട്ടടി നീ ഒന്ന് പോടി, നീ പിന്നെ പണി നോക്കി. ഞാൻ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിനെ അടിക്കത്തുള്ളൂ. ഇത്തിരി അങ്ങനെ അച്ഛാ അതിനിപ്പോ എന്തുവാ ഓർണോ വലിയ അയ്യോ അത് പറഞ്ഞപ്പോഴും ഓർത്തു കേട്ടോ. നമ്മുടെ അപ്പച്ചിയുടെ മോളില്ലേ ഇപ്പൊ ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ അവക്ക് വിശേഷമുണ്ട്. അത് ശരി, അതാ ഞാൻ പറഞ്ഞത്. ആഹാ അങ്ങനെ ഉണ്ടല്ലേ. ഞാൻ നമുക്കൊന്ന് പോകണം കേട്ടോ അവിടെ. അച്ഛാ അപ്പൊ വിശേഷ ദിവസത്തെ അടിക്കത്തോളെന്ന് പറഞ്ഞ ഇപ്പൊ നിങ്ങളൊരു വിശേഷം പറഞ്ഞില്ല, അത് കേട്ടപ്പോ ഞാൻ അടിച്ചു. അതല്ലേ ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ല. ജോൾസിനെ കണ്ട് നല്ല വിശേഷാൽ പൂജ ചെയ്ത് കഴിഞ്ഞാല് ആണോ നമുക്ക് മാറ്റം ഉണ്ടാവും. നമ്മുടെ ഈ കഷ്ടപ്പാടൊക്കെ മാറുമെന്ന്. എന്നാ കുഴപ്പം, നമുക്ക് പോകണമല്ലോ. നമുക്ക് അവിടെ പിന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞു. ഒരു വിശേഷം അടിച്ചു കയറ്റി, അതുകൊണ്ടാണ് ഞാൻ അത് അടിച്ചത്. നീ ആ ഇത് തീർക്കുന്ന കേട്ടോ. അതെ ഞാൻ പറഞ്ഞു. അച്ഛാ പടപടയെന്ന് അച്ഛാ ചുമ്മാ നീ വന്ന് വായിച്ചു നോക്കടി. വാടാ കണ്ട അപ്പനല്ലേ എന്റെ അപ്പൻ ഉണ്ടാക്കിയിട്ടില്ല. നാക്കായി ഞാൻ പറഞ്ഞിരിക്കടാ ചോടടോ. എന്റെ ദൈവം ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഇറക്കി ഒടിയിപ്പിക്കും. വിശേഷം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് നല്ല വിശേഷം. എനിക്ക് നല്ല വിശേഷം. അറിയാം. നിന്റെ തൊണ്ട തൊട്ട് വയറ് മുടിക്കാൻ വയറില്ല, തൊണ്ട തൊട്ട് വയറാ. നിനക്ക് നിർത്തിയില്ലല്ലോ. പള്ളിയിൽ വളലത്തിന് വന്നപ്പോ നീ തടി പറഞ്ഞത് എന്റെ അപ്പച്ചി വരാ കുഞ്ഞുമ്മ അരി അവിടെ കല്ലറെ കിടന്നപ്പോ നീ തടി പറഞ്ഞ അവരോട് വാടക ചോദിച്ചു. നീ എടി പുതിയ വീടിലെ ഇത് എന്റെ അപ്പനുണ്ടാക്കിയ ഞാൻ ഇവര് പോയി കഴിഞ്ഞാൽ മരപ്പട്ടിയുടെ കൂടെ ജീവിക്കും. എന്നാലും നിന്നൂടെ ഞാൻ ജീവിക്കത്തില്ല. അവള് നിങ്ങളോട് ഈ പിള്ളേരെ നിങ്ങളോട് വാടക ചോദിക്കുമെന്ന് പറഞ്ഞു. എടാ നരപ്പാ, എടാ ക്രിസ്മസിന് മാത്രം വരുന്നവനെ. എടാ ക്രിസ്മസ് അപ്പൂപ്പ നിനക്ക് എന്തുവാ വേണ്ട, എനിക്ക് നിന്റെ അവസ്ഥ അറിയാം. നിനക്ക് ഒരെണ്ണം അടിച്ചാൽ എന്തുവാ അടിച്ചാൽ നിനക്ക് എന്തുവാ മൂപ്പം നീ തരണ്ട, വാടക തരണ്ട. എവിടുന്നാണോ നിനക്ക് മുടി? എവിടുന്നാണോ നിനക്ക് എവിടുന്നാണോ നീ വിട്ടേരി. എവിടുന്ന് കിട്ടിയടാ നീ? നീ മറവത്തൂർക്കാണ് ചാണ്ടി സാറാണ്. നിന്റെ വീടെടുത്ത് പുഴുങ്ങി തിന്നോടാ ഞങ്ങൾ നേരം വെളുക്കുമ്പോ. നിനക്കറിയാമോ ഇതെന്റെ മുടിയല്ല, ഞാൻ ബിവറേജ് വന്നോടത്തെ എഴുതുകയാണ്. അറിയാമോ അത്ര എത്തവനാ ഞാൻ. എത്ര എന്നും പറഞ്ഞത് ഇങ്ങനെ പോകുന്നത്. നീ ഇറങ്ങണ വീട്ടിൽ തന്നെ. നീ ഇറങ്ങണ. നിങ്ങൾ താമസിച്ചു, നിങ്ങൾ വാടാ തരണ്ട. നിനക്ക് മൂപ്പം തോടാ. നിങ്ങൾ വാടാ തരണ്ട. കച്ചിലോട് വഴക്കുണ്ടാക്കല്ലോ. എന്താ പറയുന്നത്? എനിക്ക് വയ്യ ഈ രണ്ട് കുടിയന്മാരുടെ വാടക തരണ്ട. നമ്മളായിട്ടാണ് കൊളുത്തി വലിക്കാൻ. അവൻ പാവപ്പെട്ടവന്മാർക്ക് വീട് വാടക തന്നിട്ട് അവന്റെ വാടക കൊടുക്കാനാണ്. എന്തുവാ ഇവിടെ അച്ഛനെ ഇതുപോലായിരുന്നു. വാടക വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ച് നിർത്തിയിട്ട് ഡെയിലി 100 രൂപ മേടിക്കും. ഞാൻ നോക്കിയാൽ 3000 രൂപ അവന് വാടക മേടിക്കുവായിരുന്നു. പക്ഷേ മാത്രം നിങ്ങള് എന്താ ധൈര്യം ഉണ്ടായിട്ട് ഇപ്പൊ ഈ നമ്മുടെ ഈ ഒന്നാമത്തെ വാടക വീട് ഈ പരിക്കകത്ത് കള്ളു കുടിക്കാൻ നിങ്ങൾക്ക് എന്താ ധൈര്യം ഉണ്ടായി? ആര് കള്ളു കുടിച്ചടി? ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. കള്ളം പറയരുത് കേട്ടോ. ഞാൻ വിറ്റല്ലോ. ക്ലാസ്സിനകത്ത് ഒഴിച്ചു അടിച്ചതോ? അങ്ങേക്കും കൊടുത്ത പാവപ്പെട്ട ആ മനുഷ്യനും. എടി പൊട്ടി നിനക്ക് തലയ്ക്ക് വെളുപ്പില്ലടി. ഇത് മദ്യം വരുന്നത്. എടി മദ്യം വരെ ഞാൻ പോയിട്ട് അടുക്കളയിരുന്ന കട്ടൻ കാപ്പി എടുത്ത് ഒഴിഞ്ഞ ആരെങ്കിലും കുപ്പിക്കാത്തിരുത്തോണ്ട് വന്നത്. എടി വാട കൊടുക്കാൻ ഞാൻ വിളച്ചു എടുത്തത്. എടി അതല്ലേ പറഞ്ഞു വാട കൊടുക്കാൻ ഞാൻ അഭിനയിച്ചടി ഇത്ര. ഞാൻ എടി ഞാനതല്ലെന്ന് ആലോചിക്കണേ. ഞാൻ ഈ കട്ടൻ ചായ കുടിച്ച് അടിച്ചിട്ട് അഭിനയിച്ചെന്ന് വെച്ചാൽ വാട കൊടുക്കാതിരിക്കാൻ. പക്ഷെ എന്നാലും ഈ അച്ഛൻ എങ്ങനെ ഈ കട്ടൻ ചായ കുടിച്ച് ഇത്രയും പിച്ചായെന്ന് ഞാൻ ആലോചിക്കണേ.